എരുമേലി പുത്തൻവീടിന് സമീപം അയ്യപ്പൻകാവിൽ വാപുരസ്വാമിയെ പ്രതിഷ്ഠിക്കണമെന്ന പ്രശ്നവിധി. ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായ എരുമേലി പുത്തൻകാവിന് സമീപം അയ്യപ്പൻകാവിൽ ജ്യോതിഷ പണ്ഡിതൻ ഇരിങ്ങാലക്കുട പത്മനാഭ ശർമ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ അഷ്ടമംഗല ദേവപ്രശ്ന ചിന്തയിലാണ് ക്ഷേത്രം പണിത് വാപുരസ്വാമിയെ പ്രതിഷ്ഠിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത്. അയ്യപ്പസ്വാമിയുടെ പരിചാരക ദേവന്മാരിൽ പ്രധാനിയാണ് വാപുരസ്വാമി. വാപുരസ്വാമിക്ക് ക്ഷേത്ര നിർമ്മാണം നടത്തി ആരാധിക്കേണ്ടതാണ് എന്ന് പ്രധാന ദൈവജ്ഞൻ അഭിപ്രായപ്പെട്ടു. ശബരിമല അയ്യപ്പനോടൊപ്പം ഭക്തർ ആരാധിക്കുന്ന വാപുരസ്വാമിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ തലപൊക്കിയിരുന്നു. ആ സാഹചര്യത്തിലാണ് വാപുരൻ ആരാണ് എന്ന് ഓരോ അയ്യപ്പ ഭക്തനും അറിയേണ്ടത്. ആദി അയ്യപ്പന്റെ സ്നേഹിതനായി അദ്ദേഹത്തെ പിന്തുടർന്നതുപോലെ പിന്നീടുള്ള അനന്തകോടി അയ്യപ്പന്മാരെ രക്ഷിക്കുന്ന ചുമതല അത് വാപുരസ്വാമിയുടേതായി തീർന്നു. വാപുരസ്വാമി അയ്യപ്പൻ ഈ നാമങ്ങൾ പിൽക്കാലത്ത് ഒരിക്കലും മാറ്റിവെക്കാൻ ഭേദിക്കാൻ പാടില്ലാത്തതായി. തീർത്ഥയാത്രക്കാർ അയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ അതോടൊപ്പം സ്വാമി എന്ന നാമവും ഉച്ചരിക്കേണ്ടത് നിർബന്ധമാണ്. അയ്യപ്പന്റെ ഉറ്റ മിത്രമാണ് വാവർ എന്ന് ചില ശാസ്താംപാട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട്. വാപരൻ എന്നൊരു മൂർത്തിയെക്കുറിച്ച് ഭൂതനാഥോപാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഹാശാസ്ത്രീയ പരിവാരങ്ങളിൽ അംഗരക്ഷകനായ ഒരു മൂർത്തിയായിട്ടാണ് വാപരനെ വന്ദിക്കുന്നത്. നമുക്ക് ഈ ഒരു വിവാദം വന്നപ്പോൾ വാവരാണോ വാപുരനാണോ എന്ന ഒരു തർക്കത്തിന് അത് കാരണമാവുകയും ചെയ്തു. എന്നാൽ ആ തർക്കത്തിന് ഉത്തരം നൽകിയൊരു ഫേസ്ബുക്ക് കുറിപ്പ് ആ സമയത്ത് ആ വിവാദം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് വായിച്ചിരുന്നു. ആ കുറിപ്പ് ഇവിടെ ഉദ്ധരിക്കാം. രതീഷ് രാമനാണ് ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ള സ്വാമി ഭക്തരെ, വാവരാണോ വാപുരനാണോ ശബരിമലയിൽ ഉള്ളത് എന്ന വിവാദം ആളി നിൽക്കുന്ന ഈ സമയത്ത് കൊല്ലവർഷം 1114 രചിക്കപ്പെട്ട ശ്രീ മഹാശാസ്ത പൂജാകൽപ്പം എന്ന പുസ്തകം പ്രധാന രേഖയാണ്. കൊല്ലവർഷം 1114 അഥവാ 1938 ഇന്നേക്ക് വർഷങ്ങൾക്ക് മുൻപ്, ഇന്നേക്ക് ഏകദേശം ഒരു 86 വർഷങ്ങൾക്ക് മുൻപ് യോഗി ബാലദണ്ഡായുധപാണി സ്വാമികളാൽ രചിക്കപ്പെട്ടതും ബ്രഹ്മശ്രീ വിഠല അഹിതാനലനാൽ പരിശോധിക്കപ്പെട്ടതും ജയചന്ദ്ര ബുക്ക് ഡിപ്പോ ചാല തിരുവനന്തപുരം എന്ന പ്രസാധകർ പ്രസിദ്ധീകരിച്ചതുമായ ഒരു വലിയ പുസ്തകമാണ് ശ്രീ മഹാശാസ്തു പൂജാകൽപ്പം. അതിലിങ്ങനെ പറയുന്നുണ്ട്, വാപുരൻ മുഹമ്മദീയനാണ് എന്നുള്ളത് ചിലർ അന്ധവിശ്വാസമായി കരുതുന്നു. എരുമേലിൽ മഹമ്മദീയരുടെ ഒരു വാവര് പള്ളി ഉള്ളതാണ് അതിന് ഹേതു. വാപുരൻ ഒരു ശിവഭൂതവും ഭഗവാന്റെ അംഗരക്ഷകനും പരിവാര ദേവതയുമാകുന്നു. തുടർന്ന് വാപുരന്റെ മൂലമന്ത്രവും അതിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ഓം അംഗരക്ഷകായ മഹാശാസ്ത്രു പരിവാരായ വാപുരായ സ്വാഹ. നോക്കൂ, എത്ര കൃത്യമായ മൂർത്തിഭാവം എന്ന് രതീഷ് രാമൻ കുറിച്ചിരിക്കുന്നു. പ്രതിഷ്ഠിച്ച് പൂജിക്കപ്പെടുന്ന ദേവതാഭാവം. വാവരാണോ വാപുരസ്വാമിയാണോ എന്നുള്ളത് ഇപ്പോഴും പലർക്കും തർക്കമായി നിൽക്കുന്ന ഒരു വിഷയമാണ്. അതൊരു സ്പർദ്ധ ഉണ്ടാക്കാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് എന്ന് പറയുന്നവരുണ്ടാകും. എന്തായാലും വാപുരസ്വാമിയുടെ ഒരു പ്രതിഷ്ഠയെക്കുറിച്ച് കൂടി പറയാം. വാപുരസ്വാമിയെ കാണണമെങ്കിൽ പത്തനംതിട്ട മല്ലപ്പള്ളി വായ്പൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ചെന്നാൽ മതി. പല മഹാദേവ ക്ഷേത്രങ്ങളിൽ പോകുന്നവരാണ് നമ്മളൊക്കെ. അവിടെ എവിടെയെങ്കിലും നമ്മുടെ ക്ഷേത്രത്തിലെ, അതായത് ഈ വായുപുരം ശിവക്ഷേത്രത്തിൽ ശിവഭൂതമായ ഭൂതത്താൻ വല്ലിച്ചന്റെ പ്രതിഷ്ഠ പോലെ ഉരുവത്തിലും പ്രാധാന്യത്തിലുമുള്ള പ്രതിഷ്ഠ കണ്ടിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള പ്രതിഷ്ഠയാണിത്. ഈ ക്ഷേത്രത്തിന്റെ പഴക്കം ആലേഖനം ചെയ്ത ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ 1000 രാജവംശത്തോളമോ അതിനു മുൻപോ ഉള്ളതോ ആവണം. 2000 വർഷത്തിനുമേൽ നിശ്ചയമായ പഴക്കമുണ്ട്. വായ്പൂരിൽ ജീവിച്ചിരുന്ന ഭഗവാന്റെ ഉപാസകനായ സകല വിദ്യാ പാരംഗതനായ ഒരാൾ, അയാൾ ശിവം ഭൂത്വ ശിവം യജ്ഞേത് എന്ന തത്വത്തിൽ, അതായത് ശിവഭൂതമായി പരിണമിച്ചതാണ്. തേടി നടക്കുന്ന വായുപുരക്കാരനായ ശിവഭൂതം ഈ മല്ലപ്പള്ളിയിൽ ആയുധധാരിയായി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നു. വായുപുരത്തപ്പന്റെ മുന്നിൽ ഇങ്ങനെ ഒന്ന് എവിടെയുമില്ല. അതാണ് വാപുരസ്വാമി. അങ്ങനെ വാപുരസ്വാമി എന്ന ഒരു പ്രതിഷ്ഠ ഉണ്ട് എന്നുള്ളൊരു തെളിവ് പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ ഈ ക്ഷേത്രത്തിലുണ്ട്. എന്തായാലും വാവരോ വാപുരനോ എന്നുള്ള തർക്കത്തിന് വാപുരസ്വാമിയുടെ ക്ഷേത്രം അയ്യപ്പന്റെ എരുമേലിയിൽ എത്തുമ്പോഴേക്കും അതിൻ്റെ ആ തർക്കത്തിന് ഒരു കൃത്യമായ പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കാം. എല്ലാവരും ശബരിമല അയ്യപ്പനെ ദർശിക്കുന്നതിന് മുൻപ് വാപുരസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്ന ആ ഒരു ചിട്ട കാലക്രമേണ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.